ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. റാഗി അവല് പായസം. നമ്മുടെ സാധാരണ അവല് പോലെ തന്നെ ഇപ്പം മില്ലറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള അവലുകളും സൂപ്പർ മാർക്കറ്റ്സിൽ കിട്ടുന്നുണ്ട്. ഇതാണ് റാഗിയുടെ അവല്. ഇതുപോലെ തന്നെ തീന ഉപയോഗിച്ചും വരക് ഉപയോഗിച്ചും ഒക്കെ ഉള്ള അവലുകൾ നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിൽ കിട്ടും. നമ്മുടെ സാധാരണ അവൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ റെസിപ്പികളും മില്ലറ്റ് അവലുകൾ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. പായസം തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ആദ്യം തന്നെ ഇതിലേക്കുള്ള മധുരം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ കരിപ്പട്ടി അല്ലെങ്കിൽ പാം ജാഗ്രിയാണ് ഈ പായസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് വലിയ കട്ടകളായിട്ടാണ് നമുക്ക് കിട്ടുക, വലിയ ബ്ലോക്സ് ആയിട്ടാണ് കിട്ടുക. ഞാനതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഉടച്ചെടുത്തത് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒരു അരമണിക്കൂറായി ഇത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് അലിഞ്ഞു വരാൻ സഹായിക്കും. അപ്പോൾ ഇത് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അലിഞ്ഞു വന്നാൽ മതി, നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായി എല്ലാ കട്ടകളും ഉടഞ്ഞു വരുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ച് ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. കരിപ്പട്ടി നന്നായി തണുത്തതിന് ശേഷം വേണം നമ്മൾ പായസത്തിൽ ചേർത്ത് കൊടുക്കാൻ. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇത് നമ്മൾ അലിയിച്ച് മാറ്റി വയ്ക്കുന്നത്. പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് നാളികേരം കൊത്ത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നന്നായി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റാഗി അവിലാണ്. ഇതിപ്പോൾ 1/2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അവലൊക്കെ ആയി വരും. നമ്മൾ ചേർക്കുമ്പോൾ തന്നെ കാണാം നെയ്യൊക്കെ വലിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ റാഗി അവലിൻ്റെ കളർ മാറി വരുന്നത് കാണാം. മില്ലറ്റുകൾ കുതിർത്തിട്ടാണ് അവൽ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ അവൽ സെപ്പറേറ്റ് ആയിട്ട് കുതിർത്തെടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെസിപ്പികളിൽ ചേർക്കാവുന്നതാണ്. കയ്യിലെടുത്ത് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും അത് പൊടിഞ്ഞു പോകും. അതാണ് അതിൻ്റെ ഒരു പാകം. ആ സമയത്ത് നമുക്കിതിലേക്ക് നാളികേരം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ 2ാം പാലാണ് ചേർക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അവിലൊന്ന് വേവിച്ചെടുക്കണം. തേങ്ങാപ്പാലിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. നന്നായി ഒന്ന് തിളച്ച് ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് കുറുകി വന്നു പായസം. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് 1ാം പാലാണ് എടുത്തിരിക്കുന്നത്. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കരിപ്പട്ടി ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കരിപ്പട്ടി ഉരുക്കിയെടുത്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ തേങ്ങാപ്പാലും കൂടി ചേരുമ്പോൾ ഇത് പിരിയാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ പായസം ഇത്ര സിമ്പിളായിട്ട് തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. റാഗി ലഡു. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കഴിക്കാൻ പറ്റിയതാണ്. നമ്മളിതുപോലെ റാഗി ചേർക്കുന്നുണ്ടെങ്കിലും റാഗിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കില്ല. കുട്ടികൾക്ക് അതുകൊണ്ട് കഴിക്കാൻ ഇഷ്ടമായിരിക്കും. അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം ഒരു അടികട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കപ്പലണ്ടിയാണ്. ഇതിപ്പോൾ 1/4 കപ്പ് കപ്പലണ്ടിയാണ് ഉള്ളത്, പച്ചക്കപ്പലണ്ടി. അതും ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. നമ്മുടെ കയ്യിലുള്ള നട്ട്സിനനുസരിച്ച് ഓരോന്നിൻ്റെ അളവ് വ്യത്യാസമാക്കി എടുക്കാം. നമുക്ക് വേണമെങ്കിൽ കപ്പലണ്ടി കുറച്ച് കുറവ് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ കപ്പലണ്ടിയുടെ ടേസ്റ്റ് മുന്നിലേക്ക് നിൽക്കും. ഇനി ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മത്തങ്ങയുടെ കുരുവാണ്, പംകിൻ സീഡ്. ഇത് നമുക്ക് തനിയായിട്ട് ആമസോണിൽ ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പം അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഇത് പൊട്ടി വരും. ആ പൊട്ടി വരുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് ലോട്ടസ് സീഡാണ്. ഇത് താമര വിത്ത്. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മൾ വറുത്ത് തുടങ്ങുമ്പോൾ ഇതുപോലെ പൊട്ടില്ല. കൈ കൊണ്ട് അമർത്തുകയാണെങ്കിൽ പൊട്ടില്ല. നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ പൊട്ടി വരും. അതാണ് അതിൻ്റെ പാകം. കൈ കൊണ്ട് അമർത്തുമ്പോൾ ഒന്ന് പൊട്ടി വരുന്ന ഭാഗമാണ്. നമുക്ക് ഓഫ് ചെയ്യാം. ഇങ്ങനെ വെറുതെ വറുത്ത് കുട്ടികൾക്ക് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്.
ഈ വറുത്ത് വെച്ചതൊക്കെ ഒന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പൊ അതൊന്ന് ചൂടാറി വരട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് റാഗിപ്പൊടിയും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോ 1 കപ്പ് റാഗിപ്പൊടിയാണുള്ളത്. ഇത് പാത്രത്തിലേക്ക് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ ആ പച്ച സ്മെല്ലൊന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇത് ഓൾറെഡി പാൻ നല്ല ചൂടായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിന്റെ സ്മെല്ലൊക്കെ മാറി വരും. അപ്പൊ നല്ല സ്മെല്ല് വന്നു തുടങ്ങി. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഒന്ന് ചൂടാറി വരട്ടെ. നേരത്തെ മാറ്റി വെച്ചിരുന്ന നട്ട്സും സീഡ്സും കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുക്കുന്നില്ല, തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചു മാറ്റാം. തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ലഡുവിന്റെ ഇടയിൽ ഇങ്ങനെ കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് കടിക്കാനും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ മധുരത്തിനായിട്ട് ഞാൻ പനം ചക്കരയാണ് ചേർക്കുന്നത്, അതായത് പാം ജാഗരി. അത് ഓൾറെഡി ഞാൻ ഉരുക്കി വെച്ചിരുന്നു. അപ്പൊ ഒരു 1/4 കപ്പ് പനം ചക്കര, ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് ഉരുക്കിയെടുക്കുക. എന്നിട്ട് അത് അരിച്ചെടുക്കുക. അങ്ങനെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ശർക്കരയും ഇതേ അളവിൽ തന്നെ ചേർക്കാം. നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സിന്റെ പൗഡർ ചേർത്ത് കൊടുക്കാം ആദ്യം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച റാഗി പൊടി കൂടി ചേർത്ത് കൈവിടാതെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റാഗി മുഴുവനായിട്ട് ഈ പനഞ്ചക്കരയിൽ നന്നായിട്ട് മിക്സ് ആയി വരാം. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ആയി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കൂടി ഒന്ന് തിക്കായി വരും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയിൽ വരും. അപ്പൊ നമുക്ക് ശരിക്ക് ഉരുട്ടാനുള്ള കറക്റ്റ് പാകമായിരിക്കും. ഒരുവിധം ചൂടാറി വന്നാൽ മതി. ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടി ഇതുപോലെ തിക്കായിട്ട് വരും. ഇനി ഇതൊന്ന് നമുക്ക് ഓരോ ഉണ്ടയായിട്ട് ഉരുട്ടിയെടുക്കാം. റാഗി നട്ട്സ് ലഡു എന്നാണ് ശരിക്കും പറയേണ്ടത്. റെഡി ആയിട്ടുണ്ട്. നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. റാഗി മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് നന്നായി കഴുകി അതിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് 8 മണിക്കൂർ കുതിർത്തെടുത്തതാണിത്. അപ്പൊ ഇങ്ങനെ കുതിർത്തെടുത്തിട്ട് വേണം നമുക്ക് മിൽക്ക് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് റാഗിയും അതുപോലെ തന്നെ ആ കുതിർത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കുതിർത്ത വെള്ളം കളയേണ്ടതില്ല. അതിന്റെ ഫൈബറൊക്കെ ധാരാളമായിട്ട് അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അതേ വെള്ളത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പൊ അരിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു കോട്ടൺ തുണി എടുത്തു. അതിലേക്ക് അരിച്ചെടുക്കാം. നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇതിന്റെ പാല്. കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്കിത് പിഴിഞ്ഞെടുക്കാം. ഇനി വീണ്ടും ബാക്കിയുള്ളതും കൂടി ചേർത്ത് ഞാനിത് പിഴിഞ്ഞെടുക്കുകയാണ്. ഞാൻ മുമ്പ് ഓട്സ് മിൽക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ചെയ്തിരുന്നു. അത് ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുക. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിഴിഞ്ഞെടുത്തതിൽ ബാക്കിയുള്ള ആ റാഗിയുടെ ആ കൊറ്റൻ നമ്മൾ ഒന്നുകൂടി അരിച്ചെടുക്കണം. അപ്പൊ അത് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ അരിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടി പിഴിഞ്ഞെടുക്കണം. തുണിയിൽ ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ അത് പിഴിഞ്ഞെടുത്തു. ഇനി ഒരു പ്രാവശ്യം കൂടി ചെയ്യണം. അങ്ങനെ 3 പ്രാവശ്യം നമ്മൾ അതിന്റെ പാലും മുഴുവൻ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ 1/2 കപ്പ് റാഗിക്ക് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. 3 പ്രാവശ്യമായിട്ട് 1/2 കപ്പ് വീതം ചേർത്ത് അടിച്ചെടുത്തു. ഇപ്പൊ നമ്മുടെ റാഗി മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ കുടിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ചൂടാക്കേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് ഇത് ചൂടാക്കാൻ പാടില്ല. അപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചൂടാക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് തിളച്ചു തുടങ്ങുമ്പോൾ ആ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ റാഗി മിൽക്ക് ഒരു പാത്രത്തിൽ അതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഗ്യാസ് ഓഫാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് ഈ പാലൊന്ന് അടച്ചു കൊടുക്കാം. അപ്പൊ താഴ്ന്ന വെള്ളത്തിന്റെ ചൂട് ഇപ്പൊ പാലിലെല്ലായിടത്തും എത്തിക്കോളും. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ ചെറുതായിട്ട് പാലൊന്ന് ചൂടായിക്കോളും. അപ്പൊ നമ്മുടെ റാഗി മിൽക്ക് റെഡിയായി. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്.
അത് ഡോക്ടേഴ്സ് പറയുന്നത് പാലിൽ മധുരമൊന്നും ചേർക്കാതെ കഴിക്കണം എന്നാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ സമ്മതിക്കില്ല മധുരമൊന്നും ഇടാണ്ട്. അപ്പോൾ ആദ്യം അവർക്ക് ചെറുതായിട്ട് മധുരമൊക്കെ ഇട്ട് കൊടുത്ത് അവരെ ശീലിപ്പിക്കുക, കുറേശ്ശെ കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ മധുരം കുറച്ച് കൊണ്ടുവരാം. അങ്ങനെ പറ്റുള്ളൂ, അല്ലാണ്ട് ഒറ്റയടിക്ക് നമുക്കത് കൊടുത്ത് കുട്ടികളെ ശീലിപ്പിക്കാൻ പറ്റില്ല. സാധാരണ പശുവിൻ പാലിൻ്റെ ടേസ്റ്റ് അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ് ടേസ്റ്റ്. കുറേശ്ശെ നമുക്ക് കുട്ടികളുടെയൊക്കെ ഡയറ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. റാഗി മില്ലറ്റ് കുക്കീസ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങുന്ന ഓർഗാനിക് മുളപ്പിച്ച റാഗിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ റാഗിപ്പൊടിയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ വറുത്തെടുക്കാനായിട്ട് 1 കപ്പ് റാഗിപ്പൊടിയാണ് നമ്മൾ അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. റാഗിപ്പൊടി വറുത്തെടുത്ത് കുക്കീസ് ഉണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി ഇത് ഒന്ന് ചൂടാറി വരണം. ചൂടാറി വന്നതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പനഞ്ചക്കര പൊടിച്ചതാണ്. ഇതിപ്പോൾ 1/2 കപ്പാണുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സീഡ്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഓപ്ഷണലാണ്, എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, അതുപോലെ ആൽമണ്ട്സ്. ഇതെല്ലാം ഒരേ അളവിലെടുത്ത് ചെറുതായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുത്ത് വെക്കുന്നതാണ്. അത് ഞാൻ കുട്ടികളുടെ ഭക്ഷണത്തിലാണെങ്കിലും ഞങ്ങളുടെ ഭക്ഷണത്തിലാണെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. ഇത് 3ഉം കൂടി നന്നായിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ടോ തടുത്തവി വെച്ചിട്ടോ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/3 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പം ഇതുപോലെ പതുക്കെ കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ ചേർത്ത് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ ആയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. പൊടിക്കനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരാം. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് വേണമെങ്കിൽ മാത്രം പിന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റണം. ഇപ്പോൾ ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. മാവ് എല്ലാം കൂടി യോജിപ്പിച്ച് ഇതുപോലെ ഒന്നാക്കി എടുക്കണം. ഇനി ഇതുപോലെ ഒരു റോളർ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് പരത്തിയെടുക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, മില്ലറ്റ് മാത്രമായതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഈ ഡോയുടെ മുകളിൽ വെച്ച് അതിൻ്റെ മുകളിൽ റോളർ വെച്ച് പരത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് വെറുതെ പ്രസ് ചെയ്ത് ഓരോ കുക്കീസ് ഷേപ്പാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുകയും ചെയ്യാം. അപ്പം ഞാനിതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നമുക്ക് അധികം കട്ടി കുറയ്ക്കാൻ പറ്റില്ല, മില്ലറ്റ് ആയതുകൊണ്ട് നമുക്ക് വല്ലാണ്ട് കട്ടി കുറഞ്ഞത് പൊട്ടിപ്പോവും. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിതുപോലെ കട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അടുപ്പിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അതൊക്കെ മുമ്പ് ഞാൻ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിന്ന് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180-ൽ ആദ്യം തന്നെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിടണം 10 മിനിറ്റ്. അതിനുശേഷം ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും കുക്കീസ് ആയി വരാനായിട്ട്. അത്രയും സമയം നമുക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. കുക്കീസ് റെഡി ആയി വന്നിട്ടുണ്ട്. എനിക്ക് 20 മിനിറ്റാണ് എടുത്തത് ഇത് ബേക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ ഉണ്ടാക്കുന്ന കുക്കീസിൻ്റെ തിക്നെസ് അനുസരിച്ചിരിക്കും എടുക്കുന്ന സമയം. നന്നായി ചൂടാറിയതിന് ശേഷമാണ് കുക്കീസ് നല്ല ഹാർഡായിട്ട് വരിക, അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. ഇത് കുറച്ച് നാൾ കേടാവാതെ ഇരുന്നോളും. എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി എടുത്ത് വെച്ചാൽ മതി.